ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ തിരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 5:30 എണീച്ച് ഞങ്ങൾ മാതാവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാതാവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ സത്യം പറഞ്ഞാൽ പല്ല് പോലും തേക്കുള്ളൂ. പക്ഷേ പലരും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിന് ശേഷം അത് തിരികെ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ദിവസം തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മാതാവിനെയൊക്കെ വിളിച്ച് എന്നേട്ടനും ഞാനും മാതാവിനെ പ്രാർത്ഥിക്കട്ടെ. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഇതൊക്കെ നമ്മൾ മാതാവിനോട് പറയാൻ നടത്തി തരണേ എന്ന്. രാവിലെ എനിക്ക് കോഴിമുട്ട കഴിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന മുളക്കേക്കും കുറച്ച് ചിക്കൻ ബിരിയാണി കുറച്ച് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഞാൻ റൈസ് കഴിക്കണില്ലല്ലോ, ഗോതമ്പിൻ്റെ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗോതമ്പിൻ്റെ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കും. ഉണ്ണിക്ക് കൊടുക്കാനും കുളിക്കുകയും കുറച്ച് വളരെ കുറച്ച് ചിക്കൻ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ടിരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ കുളിക്ക് അതാ ഇഷ്ടം. എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാ ഫുഡും സ്കൂളിലേക്ക് പറ്റും കൊണ്ടുപോയി. അപ്പോൾ വിചാരിച്ച് കുറച്ച് അവർക്ക് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്കും വേണ്ട. അപ്പോൾ പിന്നെ അവർക്ക് മാത്രമായിട്ട് കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചിക്കൻ ബിരിയാണി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട, ഒറ്റയ്ക്ക് കുക്കറിൽ ഉണ്ടാക്കണമെന്ന് ഇത് ആലോചനയിലാണ് മാത്രം. ഞങ്ങൾക്ക് ഉപ്പുമാവിന് എന്തെങ്കിലും ജസ്റ്റ് ഒരു കറി വേണ്ടേ, അപ്പോൾ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഉണ്ണോക്കുള്ള ബിരിയാണി ആദ്യം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ സബോള, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ എടുക്കട്ടെ. താഴത്ത് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാം. എന്ന് വെച്ചാൽ കുണിക്ക് ഇന്നോട്ട് യൂണിഫോം ഇടും കേട്ടോ. കുണിക്കിയുടെ യൂണിഫോം കുണിക്ക് കിട്ടാൻ വല്ല ഭയങ്കര മഞ്ഞ ബനിയനും ഒരു നേവി ബ്ലൂ അടുത്ത ആൺകുട്ടികളുടെ എന്ത് വരുന്നത് കേട്ടോ. ട്രൗസർ ബനിയനാണ് വരുന്നത്. പക്ഷെ ഇട്ടപ്പം രസം കേട്ടോ കാണാൻ. കുണുക്കുമ്പോൻ്റെ യൂണിഫോമിൻ്റെ അളവ് ഇന്നലെ കൊടുത്തിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല. അത് അവർ അവിടെ എടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയതാണ്. അപ്പോൾ ഇന്നലെ അവർ ഞങ്ങൾ പറഞ്ഞു അവിടെ പോയിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എടുത്തു. ഒരാഴ്ചയുടെ കിട്ടും തോന്നുന്നു. അപ്പോൾ ഇതൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാനൊരു 3 സബോള എടുത്തു കേട്ടോ. സബോളയുടെ അളവ് കാരണം എനിക്ക് ഒരു 5-8 പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ചെന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടല്ലോ, ഉണ്ണികൾക്ക് മാത്രം 2 നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ 3 സബോള എടുത്തു കുനാന്നരിയാണ് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് എടുക്കുന്നത് 3-4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി കേട്ടോ. തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലുതും ബാക്കി 2 കുഞ്ഞിതാണ് കേട്ടോ. പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. ഉണ്ണികൾക്ക് എരിവിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. ഒരു തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള കാര്യങ്ങളായിട്ടാണ്. എത്ര പെട്ടെന്നാണെന്ന് സത്യം പറഞ്ഞാൽ ഇത് തലേദിവസം ചെയ്ത് വെക്കണമെന്നില്ല. ഇനി ചെയ്ത് വെക്കുന്നവർക്ക് ഇതൊക്കെ തലേദിവസം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയിരുന്നോട്ടോ നമ്മുടെ ഇല്ലെന്ന്. അപ്പോൾ അത് അതിനായിട്ട് അപ്പുറത്ത് 4 നന്നാക്കി വന്നു. പിന്നെ 2 കൂടി ഞാൻ നോക്കിയപ്പോൾ വെളുത്തുള്ളി സെറ്റായിട്ട്. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ഒരു മിക്സിയിൽ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അരി എടുത്ത് ചതച്ചെടുത്തോളാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ചതായിരുന്നു. അങ്ങനെ ബിരിയാണി അരിക്ക് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ചിക്കൻ വെക്കാനുള്ള കുക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2-3 ഗ്രാമ്പ്, ഒരു കുഞ്ഞ് 2 കഷ്ണം പട്ട. ഒരുപാട് എനിക്ക് മസാലയുടെ മണം വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഒരു 2-3 ഏലക്കായ, ഒരു തരി പെരിഞ്ചീരകം, പിന്നെ ഉപ്പ് കേട്ടോ. പിന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് വാനില എസൻസ് ഇല്ല അതൊരു നുള്ളും, പൈനാപ്പിൾ എസൻസ് ഇല്ല അതും ഒരു നുള്ളും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൈസിനും ബിരിയാണിക്കും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. അത് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പെരിഞ്ചീരകം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വാനില എസൻസും പൈനാപ്പിൾ എസൻസും ഒഴിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു ഫോൺ വന്നു, അതാണ് കേട്ടോ പെട്ടെന്ന് ഇതായത്. പിന്നെ നമ്മളിത് കുക്കറിലേക്ക് കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു കുഞ്ഞൊരു പിടി സബോള കാനം കുറഞ്ഞ് ഇത് വറുത്ത് പോയിട്ട് കേട്ടോ. അത് ഒരു കാര്യത്തിന് നിർബന്ധമില്ല കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. കുറച്ച് അണ്ടിപ്പരിപ്പ്, അതും നിർബന്ധമില്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അത് ചില കുട്ടികളൊന്നും അണ്ടിപ്പരിപ്പ് കഴിക്കില്ല. അത് അങ്ങനത്തെവരാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയാലും ഇത് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ച 3 സബോള ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി,
വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കട്ടെ. അതിനിടയിൽ ഞാൻ ഉപ്പ് ഉണ്ടോ നോക്കിയതാട്ടോ വെള്ളത്തിൽ. വേണ്ട, ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയിൽ ആ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി കൂടി ഇട്ടതിന് ശേഷം അത് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ. അത് തക്കാളി വെന്തോട്ട് ചെയ്യണം ശരിക്കും. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. മസാല അതായത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് കുത്തുമ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം വേണം, പക്ഷേ ക്ഷമ വേണം. നമ്മൾ മസാല ഒന്നും വണങ്ങി ഇട്ടാൽ ക്ഷമ വേണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണിക്ക് സ്വതവേ ക്യാരറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പൈനാപ്പിളും ക്യാരറ്റും. പക്ഷേ പൈനാപ്പിൾ ഇല്ല, അങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളി നന്നായി വെന്ത് ഒട്ടഞ്ഞ് ഇത് സെറ്റായിട്ട് വന്നിടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതി. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പിൻ്റെ ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മുടെ ബിരിയാണി അരിക്ക് വിടാനുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ആ നേരത്ത് കറക്റ്റ് ഉപ്പായിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോൾ. അത് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ ഒരു 1/2 ടീസ്പൂൺ കൊടുത്തോളം മുളക് പൊടി ഇട്ടാൽ, പിന്നെ ഗരം മസാലപ്പൊടി. ആ മുളക് പൊടിയുടെ എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മല്ലിയരി പുതിനയില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല പുളി കുറഞ്ഞ കട്ട തൈര് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിക്കുക. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ കൊടുത്തോളം ഒഴിച്ച് കൊടുക്കണം. എൻ്റെ ഉള്ള തൈരിന് തീരെ പുളിയില്ല, അങ്ങനെ 2 ടീസ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഇങ്ങനെ കഴിക്കുമ്പോഴതിന് ഭയങ്കര ടേസ്റ്റായിട്ട്, ചിക്കനും കാര്യങ്ങളൊന്നും ഇട്ടെങ്കിലും ഈ മസാല ഇങ്ങനെ കഴിക്കുമ്പോഴതിന് ഭയങ്കര ടേസ്റ്റ്, അടിപൊളി മസാല കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ കണ്ട ക്ഷമോടൊക്കെ നമ്മൾ വാട്ടി അത് സെറ്റായി പേസ്റ്റ് രൂപത്തിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാട്ടോ. അപ്പോൾ ഞാൻ തരി ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ മസാല പറ്റി ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒരു കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്ത് തരി ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് ജസ്റ്റ് നമ്മളത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിലടിച്ച് വരുമ്പോഴേക്കും നമ്മൾ അരി അടപ്പത്ത് കിടന്ന് ഇങ്ങനെ വേവാനുള്ള പരിപാടി ആയി തുടങ്ങിയിട്ട് വെന്ത് തുടങ്ങിയിട്ട്. അപ്പോഴേക്കും നമ്മളൊരു വിസിലടിച്ചു. ആ കുക്കർ തുറന്നപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുമണി അരിയല്ല കേട്ടോ, വലിയ മണിയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റ് റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ആ റൈസിൽ നിന്ന് ഞാൻ ചോറ് നേരിട്ടിട്ട് അങ്ങനെ ഊറ്റിയിട്ടിട്ട് അങ്ങനെ ഊറ്റിയിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും സബോളയും മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും പിന്നെ തരി മഞ്ഞൾപ്പൊടി തുള്ളി വെള്ളത്തിലേക്ക് അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചിട്ട് കമൻറ്റ് ഇടുക എന്നിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു. അതിലേക്ക് ഒരു കോഴിമുട്ട, ഒരു 1/2 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് പൗഡർ, തരി ഉപ്പ്, പഞ്ചസാര, ബട്ടർ ആണെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ കേട്ടോ. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേട്ടോ, തണുത്തതൊന്നും പാടില്ല. മിക്സിയിലൊന്ന് അടിക്കുക. അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ ഇടുക. മിക്സിയിലൊന്ന് അടിച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ചുട്ടെടുക്കുക. ഇങ്ങനെയാണ് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പലരും പല തരത്തിലാണ്. പിന്നെ ഞാൻ ചെറുപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് വേറെ ഫുഡൊന്നും ഇല്ലല്ലോ, ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഗോതമ്പ് പുട്ടും ചെറുപയർ കറിയും കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ചെറുപയർ ഏകദേശം വെന്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യണത് പാൻ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതേ പാൻ കേക്കിനുള്ള നമ്മളൊന്ന് ജസ്റ്റ് ബട്ടർ ഇല്ലാതെ തന്നെ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് എങ്ങനെ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യിലാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ, ബട്ടറാണെങ്കിൽ ബട്ടർ കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ അടിപൊളി പാൻ കേക്ക് റെഡി കേട്ടോ. അത് തേങ്ങ കൂട്ടിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ന്യൂട്രല്ല കൂട്ടി കഴിക്കാം, ചോക്ലേറ്റ് സിറപ്പ് കൂട്ടി കഴിക്കാം. അത് എങ്ങനെയാണ് നിങ്ങളൊരു ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കണം. മധുരം ഞാൻ വളരെ കുറവാണല്ലോ, എന്ന് വെച്ചാൽ എന്തായാലും ഒരു ചോക്ലേറ്റ് കൂട്ടിയിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. പക്ഷേ കുണുക്കിക്കും കാർട്ടൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ സ്നാക്സ് ആയിട്ട് ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഇത് നല്ല മധുരം കഴിക്കും കേട്ടോ. ആ കാരണം ഇന്നും ഞാൻ അവർക്ക് ഇത് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ ഇത് മതിയായില്ല. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് കാർത്തൂന് ഇന്ന് പൊന്നിന് വർക്കുള്ളതിനെ കാർത്തൂനും കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാർത്തൂനെ കൊണ്ട് പൊന്നു വരും. അപ്പോൾ പൊന്നു പറഞ്ഞാൽ അമ്മ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കും, ഞാൻ വർക്കുള്ള കാരണം എനിക്ക് ഒന്നിനും നേരില്ല. അപ്പോൾ ശരി അമ്മ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പാൻ കേക്കും കാര്യങ്ങളൊക്കെ കാർത്തൂനും കുണിക്കൊക്കെ ഒരു 5-6 പാൻ കേക്ക് ഏകദേശം കിട്ടുമെന്നൊക്കെ തോന്നുന്നു കേട്ടോ. കണ്ടോ എൻ്റെ ഒരു നിറം കണ്ടോ. പക്ഷേ പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് മാറരുത്. മാറി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ ഇതൊക്കെ
ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് കരിയും ബാക്ക്. നമ്മൾ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കണം കേട്ടോ. അങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ കുണുക്കും സ്കൂൾ വിട്ട് കഴിഞ്ഞ് നേരെ ട്യൂഷനാണ് പോകാം കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ട്യൂഷന് പോകുന്നതിൻ്റെ ഇടയിൽ കാറിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗോതമ്പാട് ചൂടുണ്ട് കേട്ടോ. അതും ഉണ്ണുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ ദമ്മ് ഇട്ടിട്ടുണ്ടായിരുന്ന ബിരിയാണി സെറ്റാണ്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് ചെറിയ തീരിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മുടെ ബിരിയാണി ഞാനൊരു പകുതി വേവലാട്ടോ അരി എടുത്തിട്ടുണ്ടെന്ന് കണ്ടോ. ഇപ്പോൾ അരി സ്റ്റോറിൽ നിങ്ങൾക്ക് എടുക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എരിവ് കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഇല്ല കേട്ടോ. അധികം എരിവ് കാർത്തുമൊക്കെ കൊണ്ടുപോയിട്ട് കാർത്തുമൊക്കെ കഴിച്ചിട്ട് കുണുക്കിയും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു റൈസും ഇതാട്ടോ. നമുക്കൊരു മട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരുപാട് നെയ്യോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. എന്താ വെച്ചാൽ ഒരുപാട് തക്കാളി സബോള കാരണമൊന്നുമാണ്. ശരിക്കും ഇതൊരു വലിയവർക്കൊരു 4 ആൾക്ക് കഴിക്കാനുള്ള പാകത്തിനുണ്ട്. ഞാൻ 2 കപ്പ് ചെറിയ നമ്മുടെ ചായക്കപ്പിൽ ആ കപ്പ് കൊണ്ട് 2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഈ ചെറുപ്പയർ കറിക്കുള്ള സെറ്റാണ് കേട്ടോ. ആദ്യം അപ്പോൾ ഞാൻ മുളകും പൊടി ഇപ്പോൾ കുറവായി യൂസ് ചെയ്യുന്നത് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിക്കാനും. അപ്പോൾ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടി ചതച്ചു. അത് മൂത്തതിനോട് കൂടിയിട്ട് കുത്തിയ മുളക് ഇട്ടു കേട്ടോ. ഇനി കുത്തിയ മുളക് മൂത്തതിനോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നത് മല്ലിയില കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കറിവേപ്പിലും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കുറച്ചൊരു നുള്ളും വെള്ളം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ചെറുപ്പയർ ഇട്ട് കൊടുത്തു. നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഈ ഒരു മല്ലിയിലൊക്കെ ഇട്ടിട്ട് ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേ സ്നാക്സ് ബോക്സ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്നാക്സ് ബോക്സിൽ വേറെ ഒന്നുമല്ല, നമ്മൾ പാൻ കേക്കിൽ കുറച്ച് ന്യൂട്രല്ല തേച്ചു, പിന്നെ നട്ട്സായിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഈത്തപ്പഴം വെച്ച് കൊടുത്തു കേട്ടോ. ഇത് അവർ ഏകദേശം കഴിക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാണ്ട് അവർ പോകണം. അപ്പോൾ ഇതാണ് അവരുടെ ഫുഡ്, സ്നാക്സ് കഴിക്കുന്ന ടൈം കേട്ടോ. അതായാലും അവരെന്തിനും കഴിക്കും. പണ്ടൊക്കെ സ്കൂളിൽ അവരൊന്നും കഴിക്കണം ഭയങ്കര ടെൻഷനാട്ടോ, സ്നാക്സ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഫുഡ് കഴിച്ചിട്ട് ഒരു 10-10:30 സ്നാക്സ് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഏകദേശം അവർക്ക് വിശപ്പൊന്ന് തരണം ചെയ്ത് നിൽക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ 2 ആൾക്ക് കുറേശ്ശെ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. കുണുക്കി കുറേശ്ശെ ബിരിയാണിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ബിരിയാണി ഞാൻ പാത്രത്തിലാക്കി പിടിച്ചോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഇവരെ സ്കൂളുണ്ടാക്കിയാൽ നേരെ പോവുക കുഞ്ഞിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഉള്ള കൊറിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുണുക്കിനെ എടുക്കാൻ പോകും. അപ്പോൾ അവർക്ക് അങ്ങനെ നേരെ നമ്മൾ ട്യൂഷൻ നടക്കണം. അവർ 3 മണിക്ക് അവർക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പോൾ നേരെ അവരെ കൊണ്ടിറക്കണ കാരണം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടിയും ബിരിയാണിയൊക്കെ ഓരോ പാത്രത്തിനെടുത്തു. അവർക്ക് ആ നേരത്തെ എന്താ കഴിക്കാൻ തോന്നണമെന്ന് വെച്ചാൽ അവർ കഴിക്കട്ടെ വെച്ചിട്ടാ. പിന്നെ കുറച്ച് നല്ല പുളിയില്ലാത്ത കട്ട തൈരുണ്ട്, നല്ല സലാഡ് ഉണ്ടാക്കി തന്നെയായിട്ട്. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂടി ആയപ്പോൾ നമ്മുടെ ഉണ്ണിയുള്ള സ്നാക്സും ലഞ്ച് ബോക്സും ഒക്കെ സെറ്റ് ആയിട്ടാ. പിന്നെ അവരുടെ കുപ്പിയും പാത്രമൊക്കെ തലേദിവസം തന്നെ കഴുകി വയ്ക്കും കേട്ടോ. പിന്നെ അന്ന് രാവിലെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. തലേദിവസം കഴുകിയൊക്കെ വാര വയ്ക്കും. പിന്നെ ഇതൊക്കെ ഇടുന്ന നേരത്തെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഇറക്കി. ഇനിയിപ്പോൾ കാർത്തുമ്മ വരും കേട്ടോ. ഞങ്ങൾ പോയതിൻ്റെ പിന്നീട് കാർത്തുമ്മ വരും. കാർത്തുമ്മയ്ക്കുള്ള ഫുഡ് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. ബിരിയാണിയും അല്ലാതും സ്നാക്സും കാരണം നട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്. പൊന്നിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, പൊന്നു കാർത്തൂനെ എന്താണെങ്കിൽ ആക്കിക്കോ, അമ്മ അടുക്കളയിൽ വെച്ചിട്ടുണ്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ കിച്ചണിലാണ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബിക്കിനി അവരെയൊക്കെ കുളിപ്പിച്ച് യൂണിഫോം മാറ്റി ഞാൻ വിളക്ക് കത്തിക്കട്ടെ. എന്താ ഞാൻ വിളക്ക് കത്തിക്കണം. അഞ്ഞേട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അഞ്ഞേട്ടൻ കുളിച്ച് വരുന്നവരേക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പണി വാളുമെന്ന് പറയാം. അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചു അവർക്കൊക്കെ കുറിയും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുത്തുവിട്ടാണ്. എന്നിട്ട് ഞാൻ കാർത്തുമ്പോൾ പൊന്നു കുണിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. അവളെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തോന്നി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉള്ളവളെ കൊണ്ടാക്കിയ ശേഷം അല്ലേ അമ്പലത്തിൽ വരാൻ പറ്റി. അതും രാമായണ മാസമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നടന്നിട്ടില്ല ആദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ ഉണ്ണോട് 9 മണിയാകുമ്പോഴേക്കും സ്കൂൾ എത്തി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം എല്ലാം ഇപ്പോൾ ഈ അമ്പലം എൻ്റെ പന്തലൂർ അമ്പലം 9:30 നടക്കൂല. കറക്റ്റ് ടൈമിന് ഞങ്ങൾ എത്തിയത്. അപ്പോൾ എല്ലാ അമ്പലം ഏകദേശം 10 മണിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അല്ലാത്തപ്പോൾ ഒന്നും പറ്റാറില്ല. ഇതിപ്പോൾ രാവിലെ ഉണ്ണോട് കുളിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കില്ല രാവിലെ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മനസ്സിൻ്റെ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഒരു വിഷമമുണ്ട്. പക്ഷെ നമുക്കറിയില്ല, അവരൊക്കെ പഠിക്കാനല്ലേ, അവർക്ക് നല്ലൊരു വലിയ ആൾക്കാർ ഇത് വന്നിട്ട് ഈ അമ്പലത്തിൽ നടന്ന് പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടല്ലേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നല്ലേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടോ. എന്താ ശാനെ പറഞ്ഞ് അല്ല ഈ സ്കൂളിലാകുമ്പോഴും ഇവിടുത്തെ സ്കൂളിൽ മാറിയിട്ട് മുന്നേ നമ്മള് 9:55 പോകും, 10 മണി 10:05 തിരിച്ചു വരില്ലായിരുന്നു.
ഇപ്പൊ പോയി 8:55 പോയി 10 മണിക്ക് സ്കൂളിൽ കൊണ്ടാക്കി അമ്പലത്തിൽ പോയി വന്നു ചായ കുടിച്ച. എന്നത്തെ ഞങ്ങളുടെ വാസേട്ടന്റെ ചായയും പത്തിലും ഒന്നല്ലേ പറയേ. ഇന്ന് ഉച്ചക്ക് വെച്ച ഫുഡ് ഇന്നിപ്പോ രാവിലെ ആയിരുന്നു. രാവിലെ ഒരു വിത്തൗട്ട് ചായയും പത്തിലാണ് കഴിക്കല് കേട്ടോ. പക്ഷെ ഇന്ന് തന്നെ അർജന്റായിട്ട് വീട്ടിൽ വരേണ്ടി വന്നു. ഒരു വീട്ടിൽ വരേണ്ടി വന്നു. ഒന്നല്ല മക്കളെ ബാത്റൂം പോവാനാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഫുഡ് രാവിലെ ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങള് ഉച്ചത്തേക്കുള്ള ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ. ഗോതമ്പ് പുട്ടും അതല്ല കേട്ടോ, ചെറുപയർ കറി, കോഴിമുട്ട പൊടി. ഇത് ഞാൻ ഉച്ചത്തെ ഫുഡായിരുന്നു. പക്ഷെ രാവിലെ കഴിക്കാണ് വിത്തൗട്ട് ഒരു കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണിയാണ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങള് ഡയറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ ഉച്ചത്തേക്ക് കുറച്ച് ബിരിയാണി ഒക്കെ വരുമോ? അപ്പൊ നമ്മുടെ ബിരിയാണി ഒന്നും ഇഷ്ടമില്ല. എന്താ ചെയ്യാ? ചുമ്മാ അതിനല്ലേ ചോറിനോട് മുതിരപ്പേരാണ് ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ ചവിടിക്കട്ടെ. ഇനി എന്തിനു വേണോ? അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ഉണ്ടായാലും ഒറ്റയ്ക്ക് ഇന്നലൊരു കാപ്പൂടി ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ലൈഫിലാണല്ലേ ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ അങ്ങനെ ആരും ഇല്ലാത്ത നേരത്തെ ഞങ്ങൾക്ക് കുഞ്ഞു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വർക്കിംഗ് ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ്. അടിച്ചുടയ്ക്കാണ്ട് തുണികൾ മടക്കാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അനേട്ടാ ആശാ പേരക്കും കൊണ്ടുവരുന്നു. അത്രയും കുറവല്ലേ? ഉള്ള പേരക്കല്ലേ? കഴിച്ചോ, ഇങ്ങോട്ട് കഴിച്ചോ, കഴിച്ചോ. ആ കർണാടകയിലെ ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിന്നെ കാണുക പേരൊക്കെ ഇതിനെടുത്തൊക്കെ വിഷമായി. എന്നാലും ഉണ്ട് ഒന്നിനെ മാത്രമേ ഒരു എന്നെ കയറ്റിയില്ല. ഞാൻ അങ്ങനെ വിഷമിച്ച ഞാൻ എൻ്റെ ഈ പല്ലുകൊണ്ട് ഇങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് പേടിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ല, സെറ്റാണ്. ഇന്ന് കഴിച്ചോ? ഞാനോ കുറേ കൂടി കിടക്കാം. അത് കഴിഞ്ഞ് ഞാൻ എന്നെ വന്നിട്ട് കുറച്ച് നേരത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഷോർട്സ് ഞാനൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൊന്നിനെ വിളിച്ചിട്ട് എന്തായി പൊന്നു വർക്ക് എത്ര മണി വരെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് അറിയായിരുന്നു. പൊന്നിനെ വിളിക്കണമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കുണക്കിന് പോയി കൊടുന്നു. അപ്പോഴാണ് പൊന്നിനെ വിളിച്ച് പറയുന്നത് കാർത്തൂന് പനിക്കുണ്ട്, അമ്മ ജസ്റ്റ് ഒന്ന് പോയി കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഞാൻ ഉണ്ണോളെ കൊടുന്നു പോകാൻ വേണ്ടി പോകാൻ വേണ്ട അമ്മ ഞങ്ങൾ എത്തി ഏകദേശം ഞങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അവർ വരുന്ന വഴിയിലാണ് കേട്ടോ. ഞങ്ങൾക്ക് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടിയാണ് പോകാണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെന്നെ ഉണ്ടാക്കി ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ രാവിലത്തെ കഴിച്ചോളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുടുക്കിന് ആടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ അടുത്തേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ബിരിയാണി കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഓരോ വിത്തൗട്ട് ചായ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ആ ഒരു അടയിൽ നിന്നിട്ട് കഴിച്ചു കൂട്ടാം. അപ്പോൾ ഉച്ചത്തെ ഫുഡ് 4 മണിയുടെ ചായയൊക്കെ ഇത് തന്നെയാണ്. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കഴിച്ചൊന്നുമില്ല. ഓരോ നേരം ഫുഡ് ഇല്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനും അനിയായിട്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തടി കുറയണത് കുഴപ്പമില്ല. അനിയായിട്ട് നല്ലോണം തടി കുറയണം. പെട്ടെന്ന് അനിയായിട്ട് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ണോളെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തിരുന്നു. ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ണോളെ സ്കൂളൊക്കെ വിട്ട് ട്യൂഷന് ഞാൻ കുറച്ചേ കിടന്നു നോട്ടാ. കിടന്ന് എണിച്ചു. തീരെ വയ്യ. നമ്മളെ ക്ഷീണം തളർച്ച ഒന്നും പോകണില്ല. പിന്നെ സ്കൂളിൽ ദിവസം നമുക്ക് ക്ഷീണം തളർച്ച എന്നിട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് പണിയെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ അടിച്ചടയ്ക്കാണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ പോരാ. അന്ന് 10 മണിയല്ലേ, ഇപ്പം നേരത്തെ അല്ലേ. അപ്പം ഞാനല്ലേ 10 മണിയാകുമ്പോൾ അമ്പലങ്ങളിൽ പോയി വീടെത്തും. 10 മണിയായി സമയം. ഇപ്പോൾ അതേ 2:45 ഉണ്ണോളെ സ്കൂളിൽ അവിടെ നിർത്തും. അവർക്ക് ഫുഡ് ഞാൻ കാറിൽ വെച്ചിരുന്നു. കാറിൽ ഫുഡ് കഴിച്ചു. അങ്ങനെ ട്യൂഷൻ ഉണ്ടാക്കി. ഇനി ട്യൂഷൻ 1.5 മണിക്കൂറായിട്ട് വേണ്ട 4:45 ഞാൻ മണിക്കൂർ കഴിഞ്ഞ് ട്യൂഷൻ എടുക്കാൻ പോകണം. ഈ ഡ്രസ്സ് ഊര്, ആ ഡ്രസ്സ് കയറ്റി, ഈ ഡ്രസ്സ് ഊര്, അത് ഇതൊക്കെ ഒരു പണി എളുപ്പമല്ല.
അപ്പം ചോദിക്കും നിങ്ങൾക്ക് കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ ഇട്ടുകൊണ്ടേ സ്കൂൾ വണ്ടിയിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല 7:45 ആകുമ്പോഴേക്കും വണ്ടി വരും. അത് കുറച്ച് 7:30 8 മണി 7:45 8 മണി ആ റേഞ്ചിലൊക്കെ വണ്ടി വരുന്നേ. അത്ര നേരം ഉള്ളൂ വണ്ടിയിൽ നിന്ന് ക്ഷീണമായി. നമുക്കാണെങ്കിൽ ഒരു 10 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ വരെ കൊണ്ടാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ ഉണ്ട് കേട്ടോ മടക്കാൻ, കുറേ ഉണ്ട്, സമൃദ്ധി ഉണ്ട്. ആശാനെ എന്താ ഷർട്ട് പോയിട്ട് ഞാനും വരാം, ഒറ്റയ്ക്ക് വേണ്ട. അങ്ങനെ പൊന്നു വർക്ക് കഴിഞ്ഞിട്ട് കാർത്തൂനെടുത്തുണ്ട്. കാർത്തൂനും പനിക്കുണ്ട്. എത്ര എത്തി തോന്നുന്നു, നോക്കട്ടെ കേട്ടാ. ജീവിതം മാറിയല്ലേ. എന്തിനാ കഴിഞ്ഞു രാവിലെ? നിങ്ങളെ പെറ്റിക്കാൻ നിൽക്കുന്നത് വാങ്ങട് ഒന്നുമല്ലേട്ടാ. നോക്കട്ടെ അപ്പൊ നോക്കട്ടെ. അവിടെ ഒരു കുട്ടിക്ക് അമ്മ അയച്ചു കൊടുത്തുണ്ടേ. അങ്ങനെ നമ്മുടെ കുടുക്കരി കുണിക്കുന്നതിനൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ഇന്നലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യണത്. ഇന്നലെ ഇടാൻ വെച്ച ഒരു വീഡിയോ കുറേ ആൾക്കാർ ചോദിച്ചാൽ ആ ബിരിയാണിയുടെ വീഡിയോ എന്തിനാണ്, അപ്പോൾ അത് ഇന്നലെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് കുറച്ച് നെഗറ്റീവ്സിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ. ഈ തള്ളയ്ക്ക് മൂത്ത മോളാനെ ഇഷ്ടമുള്ളൂ, ഈ തള്ളയ്ക്ക് മൂത്ത മോളാനെ ഇഷ്ടമുള്ളൂ. മൂത്ത മോള് എനിക്ക് മൂത്ത മോള് എന്നുള്ളത് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എന്തിനാ മൂത്ത മോളിക്ക് ഇത്ര പ്രത്യേകിച്ച് മൂത്ത മോൾ എന്താ എനിക്ക് വല്ല സ്വർണത്തിന്റെ തലകെ ഓടുന്നുണ്ട്. അപ്പോൾ അവളെ പ്രത്യേകിച്ച് അവളെ സ്നേഹിക്കാൻ എനിക്ക് എൻ്റെ 4 മക്കളും ഒരേപോലെ, 4 ഞാൻ പ്രസവിച്ചത് ഒരേപോലെ. അല്ലാണ്ട് ഒരാളെന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ച ഒരാളാനും എൻ്റെ മനസ്സിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനം. എനിക്ക് കേൾക്കുമ്പോഴേ എന്നെ പിന്നെ പൊന്നുമാണ് കല്യാണം മുടക്കിന്. എന്തിനാ പൊന്നുവിന്റെ കല്യാണം മുടക്കിയിട്ട് പൊന്നിന് എന്തായാലും നേട്ടം? എനിക്ക് കുറെ കാശ് കിട്ടാൻ. അല്ല, കുഞ്ഞിന്റെ കല്യാണം മുടക്കിയിട്ട് പൊന്നു അതിൽ എന്താ നേടണം? എനിക്ക് അതറിയാത്ത നേടണം. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ തോന്നലുകളാണ്, മനസ്സിലായ. ഞാൻ ഇന്നലെ പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ഉള്ളു. പെട്ടെന്ന് ഇങ്ങനെ ഒരു 5 മാസത്തിന്റെ ഒരു കണക്ക് പറഞ്ഞപ്പോൾ എനിക്ക് നൊന്തു. ഞാൻ പറയട്ടെ, എനിക്ക് നൊന്തു. ഭാര്യ എന്നുള്ള അധികാരം പറഞ്ഞു. ഒരു പക്ഷെ കുഞ്ഞെന്തെങ്കിലും തെറ്റില്ല, കുഞ്ഞെന്നല്ല ആരായാലും കല്യാണം കഴിഞ്ഞ് ഭാര്യമാരെ ഒരു ദേഷ്യപ്പെടുക തെറ്റിലുണ്ടാക്കി ശിക്ഷിക്കൂലേ. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ലോകത്തുള്ള കാര്യമാണ്. അച്ഛനമ്മമാർക്ക് അതിന് അവകാശമില്ലേ മക്കൾ മേൽ? എനിക്ക് അതറിയാം. അച്ഛൻ അമ്മ എന്നൊരു അവകാശം ഇല്ലാത്തവരാണ് ഈ ലോകത്ത്. ഞാൻ അതിനാണ് ഇന്നലെ പ്രതികരിച്ചത്.
ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ലാത്ത പോലെ സംസാരിക്കും. ഇപ്പം അവകാശമില്ല, ഓക്കെ, അതിന് മുന്നേ ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു അവരുടെ മേലൊക്കെ. അപ്പോൾ ഇതാണ് ഇത് പറഞ്ഞത്. ഇപ്പം ഇന്നലത്തെ ഒരു ന്യൂസ് കൂട്ടി ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ അമ്മയുടെയും പോരും കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ പറയണല്ല, പോലീസ് ഭർത്താവിൻ്റെ അമ്മയുടെ പേര് കേസ് എടുത്തിട്ടുണ്ട് ഇത്ര വലിയ കാര്യത്തിൽ. ആര്? നമ്മുടെ പൊന്നു വന്നിട്ട് അമ്മ എന്തായാലും ആ പെണ്ണിന് അവരുടെ പോരോണ്ട് ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. അവൻ ഇത്രയും നാൾ നടക്കാത്ത എന്ത് നിയമമാണ് ഇനി നടക്കാൻ പോണത്? ഇത്ര നാൾ എത്ര പെൺകുട്ടികൾ മരിച്ചു കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ അമ്മായിമ്മ പോരിൽ എത്ര എണ്ണം മരിച്ചു കഴിഞ്ഞു. അവർക്ക് കൊടുക്കാത്ത എന്ത് നിയമം ഇനി പുതിയതായിട്ട് വരുന്നത്? ഒന്നുമില്ല. ഇതും കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ എല്ലാവരും മനസ്സിലുണ്ട്, അത് കഴിഞ്ഞാൽ അതും പോവും. ഇതൊക്കെ വെറും നമ്മുടെ നിയമം കൊള്ളരാത്തോണ്ട് നടക്കുന്ന ഓരോ സംഭവങ്ങളും കാരണമാണ്. ഞാൻ കുണക്കരയുടെ ഒട്ടടുത്തോണ്ട് നോട്ടാ എന്താ അലർജിയുടെ മരുന്നാ? ചുമയുടെ മരുന്ന് മേടിക്കണം. ശ്വാസം കൊണ്ട് ഗുളിക മേടിച്ചോ? ഇതെന്താ ഗുളിക? അപ്പോൾ 3 തരം പനിക്കണ്ട. ശ്വാസം കിട്ടുന്നില്ല കിട്ട. കുണുക്കന് ഭയങ്കര കുണുക്കിക്കും, ഭയങ്കര ജലദോഷം, തുമ്പൽ. ഇപ്പം ട്യൂഷൻ കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ട്യൂഷൻ ടീച്ചറാണ് ഭയങ്കര തുമ്പല. കുട്ടിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ അങ്ങനെ തുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, തുമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ടാ. അപ്പോൾ മരുന്ന് ഡോക്ടറെ അടിച്ചു വന്നു. ഡോക്ടർ പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടർ നമ്മളെ കണ്ടപ്പോൾ ഞാൻ അന്നേട്ടം പറഞ്ഞിട്ടെ ഡോക്ടർ എവിടെ ഇരിക്കുന്നത് ഈ നേരത്തെ എന്നാൽ അങ്ങോട്ട് പോയി കാണിക്കാമെന്ന് വെച്ചു. ഡോക്ടർ വീട്ടിലേക്കാണ്. ഡോക്ടർ നമ്മൾ സ്ഥിരം കാണിക്കണോണ്ട് അവന് ഡോക്ടറെ കയറുന്നിറങ്ങി അവനെ നോക്കി. ഡോക്ടർ പോയിട്ട് ഇപ്പം തന്നെ പോയുള്ളൂ. അങ്ങനെ അപ്പോൾ എന്ത് നിയമത്തിൻ്റെ ഒന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. പക്ഷേ ആ കുട്ടി ചെയ്തത് വെഡിത്താണെന്ന് മാത്രം. എന്തിനാണ് ആത്മഹത്യ ചെയ്ത്? എന്താ ഉണ്ടായി? ആ മൂത്ത കുട്ടിയപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ആലോചിക്കുക. വിശേഷം ഇങ്ങനെ നെല്ല് പോലെ വെതറിട്ടുണ്ടായതൊന്നല്ലല്ലോ അതിന്റെ വയറ്റില്. പൊട്ടിമുളച്ചതൊന്നല്ലല്ലോ. പൊട്ടിമുളച്ചുണ്ടായ ഗർഭമൊന്നും അല്ലല്ലോ. ഇവനും അതിന്റെ ഉത്തരവാദിയല്ലേ. അപ്പൊ ഇവനിത് ആദ്യം നോക്കാം, ഇതിന്റെ ഗർഭം കിട്ടാൻ പാടില്ല. ഇപ്പൊ ഇതന്നെയാണ്. ഇതൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഈ തള്ളക്ക് ഇങ്ങനെയാണ് ഈ തള്ള അങ്ങനെയാണ്. നമ്മളെന്ത് കണ്ടു പറഞ്ഞാലും അവരെ കാണുന്നത് പറയണതാണ് പൊട്ട. മനസ്സിലായ? നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനും പേടി. എന്താ വെച്ചാൽ നമുക്കുണ്ട് മക്കള്. മനസ്സിലായ? ഇപ്പോഴും ഞാൻ കുണുക്കനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് പെണ്ണെന്ന ഒരു ഇതിൽ സ്ത്രീ അവരെ ബഹുമാനിക്കാനാണ് ഞാൻ കുണുക്കനോട് ആദ്യം പറയണത്. സ്ത്രീകളെ ബഹുമാനിക്കണം. അതാണ് ഒരു കുട്ടീനെ ആദ്യം നമ്മുടെ ലൈഫിൽ പഠിപ്പിക്കുന്നത്. ഒരു അമ്മ, സ്ത്രീ, ഭാര്യ അതൊന്നും ബഹുമാനിക്കാത്തവരാണ് ഈ വക കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. എന്ത് ചെയ്തിട്ടോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ ഈ പട്ടി കുരയ്ക്കണമല്ലോ കുരയ്ക്കാത്തരം. അല്ലാണ്ട് വേറെ നിയമം ആർക്കും വേണ്ടി മാറ്റി വയ്ക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞു. കുറേ ആൾക്കാർ പൊന്നുവിനെ എന്തിനാണ് പൊന്നുവിനെ പറയണത്? പൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിലെ തീരുമാനം എടുക്കണത് ഞാൻ അച്ഛനാണ്. അല്ലാണ്ട് പൊന്നുമല്ല തീരുമാനം എടുക്കണത്. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മക്കളാണ് 4 ആൾ. അല്ലാണ്ട് അവര് ഞങ്ങളെ അച്ഛനും അമ്മയല്ല. അവരുടെ തീരുമാനം ഞങ്ങൾ എടുക്കാൻ. ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഒരാളെയും കൂട്ടുപിടിക്കാത്ത ആൾക്കാർ. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ സ്വന്തമായിട്ട് എടുക്കണവരാ. ഞാനും ചേട്ടും അതിനുള്ള തന്നെയാണ്. എനിക്ക് തന്നെയാണ് ഇന്നല്ല ഒരുപാട് വർഷം മുന്നേ ഉള്ളത് തന്നെയാണ്. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാന്നുള്ളത്. അല്ല ചേട്ടാ? ആര് അവരുടെ ജീവിതത്തിൽ ഞാൻ നിൽക്കാണ്ടോ ചെയ്യാൻ അവളോട് ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കാറില്ല. അവൾക്ക് എല്ലാവരും അത് വെച്ചാൽ അവൾക്കറിയാം. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം പറയും ഇങ്ങനത്തെ അമ്മമാരുടെ മക്കൾ പെട്ടെ. അങ്ങനത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പൊന്നിട്ട് അറിയാം അമ്മ എന്താവും, അമ്മ ഇങ്ങനെയാണെന്നില്ലേ? അത് അറിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയാവാത്ത ഒരു അവസ്ഥ നിനക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ലേ? അങ്ങനെ നിനക്കൊരു അവസ്ഥ നിന്റെ അച്ഛനമ്മ നിന്റെ കൂട്ടുക്കില്ലേ? അതൊരു പെൺകുട്ടികൾക്ക് ഉറപ്പുണ്ടാവും. അവർക്ക് എന്തെങ്കിലും അവസ്ഥ അവരെ കൂടെ അച്ഛനും അമ്മ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഈ പറയുന്ന കുഞ്ഞനും ഉണ്ട്, ഈ പറഞ്ഞ പൊന്നുനുണ്ട്. ഇനി ബാക്കി 2 വലുതാവുണ്ട്. ഇവരുടെ ലൈഫിൽ എന്താവസ്ഥ വന്നാലും ഇവർ ഓടി വന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ അവരെ 2 കൈ നീട്ടി സ്വീകരിക്കുക ഈ അച്ഛനും അമ്മയും തയ്യാറാണ്. അതെല്ലാവരും അറിയണ സംഭവമാണ്.
അപ്പോൾ പറയണവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ എന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ ആരും വീട്ടുകാരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ആരെയും ഇവിടെ വന്ന് പറയാനോ പിടിക്കാനോ തീരുമാനിച്ചില്ല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എല്ലാവരും വാക്ക് കേട്ടിട്ട് ചെയ്യണം, അതൊരു ഗതികേട് തന്നെയാണ്. ഞാൻ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഈ ഗാന്ധിജി എന്തിനാണ് സ്വാതന്ത്ര്യം മേടിച്ചെന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ജീവിക്കാനാണ്. എന്താണ് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചത്? ബ്രിട്ടീഷുകാരുടേതായാലും ആവശ്യങ്ങൾക്ക് പേടിക്കാൻ, അനാവശ്യമായിട്ടൊന്നും ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? അമ്മ അച്ഛനാണ്, അവരെ വിളിക്കാൻ ആരുടെയും നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇനിയും ഞാൻ പറയണത്. അപ്പം നമ്മുടെ വീട് ഇത്ര ഉള്ളോട്ടെ. ഇനി ഇപ്പം ഇതിന് നെഗറ്റീവ് നമുക്കിതൊന്നും ഒരു വിഷയമില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിടത്തോളം കാലം വരെ എനിക്ക് ഒരു വിഷയമില്ല. ഞാൻ ഒരാളുടെ ഭവിഷ്യത്തിനും ഇന്ന വരെ നിന്നിട്ടില്ല, ഇനിയിട്ട് നിൽക്കൂല. മനസ്സിലായി? അതേപോലെ പറയാം, എൻ്റെ 4 മക്കളും എനിക്ക് ഒരേപോലെ. അതിൽ മൂത്തത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത് അങ്ങനെ ഉണ്ടോ? നമ്മളോട് ദേഷ്യമോ വൈരാഗ്യം ഒന്നുമില്ല, നമുക്കറിയാം. നമ്മളോട് മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ ഒന്നുമില്ല, അല്ലാതെ നമുക്കറിയില്ല അമ്മേ. അത് മറ്റുള്ളവരെ കാര്യങ്ങളുകൊണ്ടായിരിക്കും. അത് പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് ഒരു കാര്യം അറിയാം. അപ്പൊ കുഞ്ഞിനായാലും കാര്യം അറിയാം. ദേഷ്യം വന്ന അമ്മയ്ക്ക് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മാറുന്നുള്ളതും ഈ കുഞ്ഞിനും അറിയാം, ഈ പൊന്നിനും അറിയാം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പൊന്നിനെ വിളിച്ചോടി പോകുമ്പോ പൊന്നിനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അത് മക്കൾക്ക് അറിയാം. ഇതിന്റെ പിന്നില് ഒരു ആത്മാർത്ഥത കാണിച്ച കുറച്ച് ജനങ്ങളുണ്ടല്ലോ, അതാണ് ആത്മാർത്ഥത പൊന്നിനോട് മേടിച്ചിട്ട് എന്താണ്ടായി? ആത്മാർത്ഥ കാണിച്ചവരും എല്ലാവരും ഉണ്ടാ? പൊന്നിനോട് വിളിച്ച എന്താ പറയുന്നത്? പൊന്നോ, നിന്റെ അമ്മ സ്വീകരിക്കും, നീ വിഷമിക്കേണ്ട ഒരു ദിവസം കേറിയപ്പോഴാ കേറിയപ്പോ പറയാരുമില്ല, പറഞ്ഞവരൊക്കെ പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഇതേ ഉള്ളൂ. നമുക്ക് എല്ലാവരും അറിയാം. മനസ്സിലായി? ആര് നെഗറ്റീവ് ഇട്ടാലും നിങ്ങൾക്കൊന്നും ഞങ്ങളെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ ഒരു കമന്റിന്റെ മറുപടി, എന്നെ ശോഭയിൽ വെച്ചിട്ട് ആരോ കണ്ടു ഈ തള്ളക്ക് ഭയങ്കര ജാടയെന്നു. ജാടയ്ക്ക് നടക്കണേ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ ദൈവത്തെ എടുത്ത് നിങ്ങൾ എന്തെങ്കിലും അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കണത്. എന്ത് പണി ചെയ്യാലും അതിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ജാടയിൽ നടക്കച്ച ജാടയിൽ നടക്കണ്ടേ? അത് നൂറില് ഒരാൾക്കാണ് ഇപ്പൊ ആ ജാട തോന്നിണ്ടാവുക. ഇത്രയും നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു കമന്റിന്റെ ഇതില് ഇപ്പൊ 4 വർഷം 5 വർഷത്തോളം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ 5 വർഷമായിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ പുറത്ത് വെച്ചാണ്. ഇന്നലെ ഈ ഒരു കമന്റ് എനിക്ക് നേരിട്ടുണ്ടോ? നടക്കണ ആൾക്ക് കുറച്ച് ജാട ഉണ്ട്, അതിന്റെ കൂടുതൽ ജാട ഉണ്ണി എടുത്തോന്ന് സംശയമുണ്ട്. അതല്ല, എന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് എപ്പോഴും, എന്നെ കാണണം നിങ്ങളാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ചിരിച്ചിരിക്കും. ഇങ്ങോട്ട് ചിരിച്ചാൽ ഒരു ചിരിച്ചിരുമോ? അപ്പൊ ഞാൻ തിരിച്ച് ചിരിക്കും. ഓടി വന്ന് വർത്താൻ പറയും, അവരോട് ഞാൻ വർത്താൻ പറയും. പക്ഷെ ചെറുക്കാണ്ട് ഒരാൾ നോക്കുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ലിഫ്റ്റില് കേറാൻ നിൽക്കുന്ന നേരൊക്കെയാണ് ലിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കയറി ഇപ്പൊ ജാട കാണിച്ചിട്ട് വർത്താനം പറയുന്ന നിന്നിട്ടുണ്ടാവില്ല. അതിപ്പോ ഏത് തരത്തിലാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ നിക്കാറില്ല. ഞങ്ങളുടെ എന്ത് കാര്യം ടൈം പോയാലും ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോ അവരോട് വർത്താനം നമ്മൾ നിന്ന് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ചിലപ്പോ തിരക്കുള്ള ടൈമോ എന്നാലും നമ്മൾ അവരോട് പറയില്ല. എന്തുകൊണ്ടാന്ന് പറയും, അവര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വന്ന് വർത്താനം പറയണതാ. അതുകൊണ്ടാണ് നമ്മൾ അവര് വന്ന് വർത്താനം. ഞാൻ ഇന്ന് വരെ ജാട കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇയാൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇയാൾ എന്റെ മുഖത്തേക്ക് ചിരിച്ചിട്ട് ഞാൻ തിരിച്ച് ചിരിക്കാണ്ടിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ശ്രദ്ധ ചിലപ്പോൾ ഇയാളുടെ ഫേസിലേക്ക് ആവില്ല, വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടാവും ഞാൻ നടക്കണം. അമ്മയ്ക്കൊക്കെ ശോഭയൊക്കെ എത്തുമ്പോ അമ്മ പലപ്പോഴും ഞങ്ങള് പണ്ട് വന്ന കഥകള് പറയാറുണ്ട്. പിന്നെ ഓൾറെഡി ശോഭയിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യത്തിനും എങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരാളിങ്ങനെ വിട്ടു നിക്കണതിന്റെ മുഖത്ത് നമുക്ക് എപ്പോഴും സിനിമയ്ക്ക് പോകണം, എങ്ങോട്ട് പോകണേലും ആ ഒരു സ്പേസ് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത് എപ്പോഴും ഇപ്പൊ കുണുക്കിനെ കൊണ്ടാക്കാതെ കുണുക്കിക്ക് ഇന്നലെ ഈ സോക്സ് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് അത് ഇടുമ്പോ എന്റെ മനസ്സിൽ കുഞ്ഞനായിരുന്നു. അവളാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പൊ നമ്മുടെ ഓരോ ലൈഫിലും ഓരോ കാര്യത്തിലും ഓരോ നിമിഷം അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ നമ്മൾ അവളെ ചിന്തിക്കുക. അപ്പൊ ചിലപ്പോ നമ്മുടെ മൈൻഡ് മാറി കാണും. എന്താ വെച്ചാ 19 വർഷത്തെ ഓർമ്മകൾ അവളൊക്കെ എന്നിലുണ്ട്. കുഞ്ഞ് വന്നെങ്കിൽ എന്റെ ഗെയിം കുഞ്ഞ് വന്നെങ്കിൽ എന്റെ ഗെയിമൊക്കെ കയറ്റി തന്നേനെ. അത് അവരെ കുഞ്ഞ് ചെയ്ത് കൊടുത്തതിന്റെ കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞാലും 19 വർഷത്തെ ഓർമ്മകൾ ഈ ഒരു നെഞ്ചിൽ അവളെ പറ്റിട്ട് എനിക്കുണ്ട്. മനസ്സിലായോ? കൂടുതൽ ഓർക്കാൻ കുറച്ച് കാര്യങ്ങള് ഉണ്ട്. അവളെ മറ്റുള്ളവരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ നേരെ സ്പെൻഡ് ചെയ്തിരുന്നത് കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും.
എന്താ വെച്ചാ ഞാനും അഞ്ചായിട്ടും കുഞ്ഞിനും കൂടി ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ അല്ല അമ്മയും പൊന്നും പുറത്തല്ലേ കേട്ടാ പുറത്ത് റൂമിലാ ഈ റൂമിന്റെ ഉള്ളിൽ എത്രയോ മാസങ്ങളാണ് ഞങ്ങൾ മൂന്നാളും മാത്രം. അതും അവളേനെ കെട്ടിപ്പിടിച്ച് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇന്നലെ കുണുക്ക എന്താ ദേഷ്യമായിട്ട് പതിനെട്ട് പറഞ്ഞു മൂത്തോറ്റകൾ രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവറ്റകളത് ഇങ്ങനെ ചീത്തറപ്പോ കുണുക്ക ചീത്തറപ്പോ കുറുക്കത്തെ തട്ടുന്നപ്പോ കാര്യം കുഞ്ഞനായാലും പൊന്നായാലും കുട്ടിക്കാലത്ത് അങ്ങനെ തല്ലുണ്ടാക്കിയ ദേഷ്യപ്പെടുക വലുതായപ്പോഴും ഒരു കൂതറയുള്ളൂ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അവര് ഞങ്ങൾ ഇത്രയും കൂടെ പറഞ്ഞു ഒരു കൊല്ലം വിഷുവിന്റെ പിറ്റേ ദിവസം അനിയായിട്ട് ഗൾഫിൽ പോവാം. 15-ാം തീയതി അന്ന് വിഷു വന്നു, 16-ാം തീയതി ഗൾഫിൽ പോവാം. 15-ാം തീയതി പുലർച്ചെ 2 മണിക്ക് വിഷുക്കണി കണ്ടതിന് ശേഷം പൊന്നിന് ഓർമ്മയുണ്ടാ ഞാൻ പറയുന്ന കാര്യം എന്താന്ന്? പൊന്നിന് ഓർമ്മയുണ്ടാ ഒരു കൊല്ലം വിഷുവിന് 2 മണിക്ക് അച്ഛൻ പിറ്റേ ദിവസം വിഷു ഉണ്ടായിട്ട് പിറ്റേ ദിവസം പോവാ. 2 മണിക്ക് വിഷുക്കണി കഴിഞ്ഞതിന് ശേഷം നീ കുഞ്ഞിനെ കൊണ്ട് ഹാളിൽ നിന്നിട്ട് ടി വി കണ്ടിട്ട് നേരെ എടുക്കണ അച്ഛനമ്മ കിടന്നോട്ടെ അന്ന് ചെറിയ കുട്ടികളായിട്ടൊക്കെ ഒന്ന് പൊന്നു 2-ലൊക്കെ ഉണ്ടാവുള്ളൂ, കുഞ്ഞിന് ഒരു 3. അപ്പൊ അവന് ഞങ്ങളുടെ റൂമിൽ എടുക്കാം പൊന്നു. അതോ അന്നത്തെ മക്കള് ഒന്നിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ എന്ന് വിചാരിക്കുക. ഇന്നത്തെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കരുത്. അല്ല ആ പൊന്നു ആ കുട്ടിക്കാലത്ത് അടക്കം അച്ഛനും അമ്മേനെ അത്രയും അവര് ഭയങ്കര സപ്പോർട്ടാണ്. കുഞ്ഞിനായാലും പൊന്നായാലും എല്ലാ കാര്യത്തിലും അവർ ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് നല്ലൊരു ബലമായിരുന്നു ഞങ്ങളുടെ മക്കള്. പക്ഷെ വലുതായപ്പോഴാണ് ഇങ്ങനെയൊക്കെ മാറ്റി വന്നത്. അപ്പൊ എന്തായാലും ഈ മനസ്സിലെങ്ങനെയാ എന്താന്നുള്ളത് എനിക്കറിയാം. നിങ്ങളാരും